ലൈഫിൻ്റെ അടുത്ത ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോസൊക്കെ കാണാറുണ്ടോ? കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു വെജിറ്റബിൾസ് സലാഡ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കുംബർ നമ്മളെടുത്ത് ഒരെണ്ണം, അത് ചെറുതായിട്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കം യെല്ലോ എടുത്തിട്ടുണ്ട്. എല്ലാ കളറും തന്നെ ഒത്തിരി നല്ല കളർഫുള്ളാണ്. പല പല കളറിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. യെല്ലോ ആദ്യം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു. അതിനുശേഷം നമ്മൾ റെഡ് എടുത്തു. എല്ലാ വെജിറ്റബിൾസും നല്ലതായിട്ട് ചെറുതാകണം, എന്നാലാണ് ഈ സാലഡിന് നല്ല കഴിക്കാനൊരു ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ചെറി ടൊമാറ്റോ, ഞാൻ എടുത്തിരിക്കുന്ന യെല്ലോയും റെഡും ഓറഞ്ചുമാണ്. ഒരുമാതിരി വലുതൊക്കെ 4 കട്ട് ചെയ്തു, ബാക്കിയെല്ലാം 2 കട്ട് ചെയ്തേ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പോമഗ്രാനൈറ്റാണ്. ഈ പോമഗ്രാനൈറ്റിൻ്റെ മാതള നാരങ്ങ അല്ലേ, അത് നമ്മൾ ഇതേപോലെ എടുത്തിട്ട്, ഞാൻ ഫുൾ എടുത്തില്ല കേട്ടോ, കാരണം ഒത്തിരി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാനൊരു 1/4 ഭാഗം എടുത്തോളേ. അല്ല ഒത്തിരി ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, അതുകൊണ്ട് അങ്ങനെ എടുത്തില്ല. പിന്നെ നമ്മൾ ഒരു മുളക് എടുത്തിട്ടുണ്ട്. മുളക് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പുളിയും ഉപ്പും ഇതുകൂട്ട് എന്നാ പറയുന്നത് എല്ലാം കൂടെ വരുമ്പോഴത്തേനും നമുക്ക് മുളക് കൂടെ ചേരുവാണെങ്കിൽ നല്ലൊരു രുചിയായിരിക്കും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പാഴ്സ്ലിയാണ്. പാഴ്സ്ലി ഇതേ രീതിയിൽ തന്നെ കുനുകുനാന്ന് അരിഞ്ഞ് നമ്മൾ ചേർക്കുന്നുണ്ട്. പാഴ്സ്ലി അറിയാമല്ലോ, പാഴ്സ്ലി അത് നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനമാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ദിൽ എന്ന് പറയുന്ന ലീഫാണ്, ദിൽ ലീഫ്. അത് നല്ല രുചി തരുന്ന, സാലഡിനൊക്കെ രുചി തരുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് സെലറിയാണ്. സെലറിയുടെ ചെറിയൊരു ഭാഗമേ എടുത്തിട്ടുള്ളൂ, ഒത്തിരി വേണ്ട. അതിനെ നമ്മൾ ഇതേ രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പ്രിംഗ് ഒനിയൻ എടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞ് അതും നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണ്. അരിഞ്ഞെല്ലാം മാറ്റി വെച്ചേക്കുക. പിന്നെ നമ്മളൊരു നാരങ്ങ എടുത്തു, അതിൻ്റെ ഒരു മുറിയേ വേണ്ടി വരത്തുള്ളൂ കേട്ടോ. അത് പിന്നെ നമ്മളൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ഇലകളും നമ്മൾ ആ ബൗളിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ വെജിറ്റബിൾസും തന്നെ നമ്മൾ അതിലേക്ക് ഇടുവാണ്. നല്ല കളർഫുൾ അല്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്, എന്ന ഭംഗിയാന്ന് നോക്കിയല്ലേ, ഭയങ്കര രസമാണ്, കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാ പച്ചക്കറികളും നമ്മൾ അതിനകത്തോട്ടിട്ട് ഇലകളും എല്ലാം ഇട്ടു. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് മയോണൈസ് ഒന്നും നമ്മൾ ചേർക്കത്തില്ല, ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഗ്രീക്ക് യോഗട്ടാണ് ചേർക്കുന്നത്. ഗ്രീക്ക് യോഗട്ട് ഒരു 100 ഗ്രാമിൻ്റെ 1 കപ്പാണ് ഞാൻ ചേർക്കുന്നത്. 100 ഗ്രാമിൻ്റെ അത്രയും മതി, നമുക്ക് 3 പേർക്ക് കഴിക്കാനുള്ള പോർഷനുണ്ട് ഇത്. അന്നേരത്തേനും നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഒറിഗാനോ അല്പം ചേർത്തു, പിന്നെ കുരുമുളക് ചേർത്തു, പിന്നെ ഉപ്പ് ചേർത്തു. പിന്നെ കൂടാതെ നമ്മൾ ചേർത്തേക്കുന്നത് ഹണിയാണ്. ഹണി 2 ടീസ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ഹണി ചേർത്തിട്ടുണ്ട്. ഇത്രയും സാധനം മാത്രമേ നമുക്കിതിനാവശ്യമുള്ളൂ. ഇത് നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കി, നല്ല രസമല്ലേ, നല്ല രുചിയുമാണ് കേട്ടോ, കാണാനും ഭയങ്കര ഭംഗിയാണ്, അതുപോലെ തന്നെ രുചിയുമാണ് കേട്ടോ. 3 പേർക്കെങ്കിലും കഴിക്കാനുള്ള പോർഷനുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ട്രൈ ചെയ്ത് നോക്ക്.